ഞങ്ങളിവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ സ്കൂബ ടീമാണ് രാവിലെ തൊട്ടിവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. ഞങ്ങളുടെ 2 ടീം ഇറങ്ങി നോക്കിയതിൽ അവരൊരു 40 മീറ്ററോളം 2 സൈഡിലേക്കും പോയപ്പോൾ പല സ്ഥലങ്ങളും വെള്ളം വറ്റിയിട്ട് ഈ മാലിന്യം ഒരു കുറച്ച് പാറ പോലെ കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. വെള്ളം ഉണ്ടെങ്കിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ 4th ട്രാക്കിന് ഇങ്ങോട്ട് വരാൻ നോക്കണം. അതിനിടയ്ക്ക് റെയിൽവേ ഒഫീഷ്യൽസോട് സംസാരിച്ചു. ഇത് റെയിൽവേ ലാൻഡ് ആയതുകൊണ്ട് ഈ റെയിൽവേ കോൺട്രാക്ടർ തന്നെ വേണം ഇതിനടിയിൽ ട്രാക്കിനടിയിലുള്ള മാലിന്യം തിരിച്ചു കളഞ്ഞ് വാട്ടർ മൂവ്മെന്റ് നടത്താനായിട്ട്. എന്നാൽ മാത്രമേ ഈ മാലിന്യത്തിനിടെ എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടോ എന്ന് നോക്കണമെങ്കിൽ അങ്ങോട്ട് കയറണം. ഇപ്പൊ ഞങ്ങളുടെ ടീമിന് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ജീവന് ഹാനി സംഭവിക്കുന്ന രീതിയിലുള്ള മാലിന്യമാണ് കട്ടി ചെയ്ത് കിടക്കുന്നത്. അവർക്ക് പൊങ്ങാൻ കഴിയുന്നില്ല. പലയിടത്തും വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങിയ ടീംസിനെ കൂടാതെ 25ഓളം പുതിയ സ്കൂബ ടീം മെമ്പേഴ്സ് മറ്റ് ജില്ലകളിൽ നിന്ന് കൊണ്ടുവരും. അവർ 3 പേരുടെ ടീമായിട്ട് 24 hours 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കും. ഇടവേളയില്ലാതെ ഇവിടെ ഒരു ടെമ്പററി കൺട്രോൾ റൂം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഡയറക്ടർ ടെക്നിക്കലിന്റെ ചാർജ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഫയർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സീനിയർ ഓഫീസറാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടാവും. മറ്റ് ഓഫീസേഴ്സും ടേണിനനുസരിച്ച് പിന്നെ ഇവർ പോകുന്നവർക്കുള്ള റിഫ്രഷ്മെന്റ്, അവർക്കുള്ള മെഡിക്കൽ സൗകര്യം, അവർക്കുള്ള വെള്ളം, ഇതെല്ലാം റെയിൽവേ അതോറിറ്റീസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം റെയിൽവേയുടെ കോൺട്രാക്ടർ തന്നെ ഇതിനിടയ്ക്കുള്ള ഈ റൂട്ട് എങ്ങനെയാണെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. ഈ ട്രാക്കിനടിയിൽ കൂടെയുള്ള കനാലിന്റെ റൂട്ട് മാപ്പൊക്കെ അവരുടെ കയ്യിലുള്ളത്. അപ്പൊ അത് വെച്ച് ക്ലിയർ ചെയ്ത് പോയാലേ ഇത് തുറന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോൾ എവിടെയാണെന്ന് ഈ വെള്ളമുള്ളിടത്തോളം സ്ഥലത്തേക്ക് നമുക്ക് ഡൈവ് ചെയ്ത് പോകാൻ കഴിയും. പിന്നീട് അങ്ങോട്ട് ഡൈവ് ചെയ്ത ആൾക്കാർ പറഞ്ഞു പിന്നീട് അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത്ര ടൺ കണക്കിന് അവിടെ കല്ല് പോലെ പാറ പോലെ ഉറച്ചിരിക്കും. അപ്പൊ അത് മാലിന്യം നീക്കം ചെയ്തുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയും. അത് റെയിൽവേ കോൺട്രാക്ടറോട് അതിനുള്ള ടാസ്ക് കൊടുക്കാനായിട്ട് യോഗം തീരുമാനിച്ചു. ഞങ്ങളുടെ റെസ്ക്യൂ ഓപ്പറേഷൻ 24 hours കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെ വളരെ ദുഷ്കരമായതാണ്. ഈ വെള്ളം തന്നെ വളരെ മലിനമാണ്. ഞങ്ങളുടെ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥർക്കും അവരുടെ ജീവനും ഭീഷണിയുള്ള സാഹചര്യമുണ്ട്. അപ്പൊ അതൊക്കെ ആ റിസ്ക്കൊക്കെ സഹിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ടീം ഓപ്പറേറ്റ് ചെയ്യുന്നത്. എത്ര സമയം നിൽക്കാൻ പറ്റും അവർക്ക്? നമുക്ക് ഓക്സിജൻ സിലിണ്ടറിൽ ഓക്സിജൻ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിന്റെ കപ്പാസിറ്റി ഇരുന്ന് നിൽക്കാൻ പറ്റും. ഇത് തുടർച്ചയായിട്ട് ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. പെട്ടെന്ന് ക്ഷീണമായി പോകും. അതുകൊണ്ടാണ് 25 പേര് മറ്റു ജില്ലകളും കൂടെ വന്ന് അത് 3 പേരുടെ ടീമായിട്ട് ഒരു ടീം ടയർഡാകുമ്പോൾ മാറി മറ്റേ ടീം ചെയ്ത് രാത്രിയും ചെയ്യേണ്ടി വരും. പക്ഷെ അതിനിടയിൽ കൂടെ പാരലായിട്ട് ഈ ട്രാക്കിനടിയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം കൂടെ നീക്കം ചെയ്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. കാരണം ഈ വെള്ളം വഴി ഒഴുകിപ്പോയിട്ട് ഇദ്ദേഹം എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് സംശയം. കാരണം പല സ്ഥലത്തും വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഇടിച്ച് ഈ മാലിന്യം നീക്കം ചെയ്ത് മുന്നോട്ട് പോകാനേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് സമയമെടുക്കും. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പം ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൺട്രോൾ റൂം ഉടനെ തന്നെ ഇവിടെ പ്രവർത്തനം ആരംഭിക്കും. ഓൾറെഡി ഉണ്ട്. അത് ഞങ്ങളൊരു ടെമ്പററി കൺട്രോൾ റൂം സ്റ്റാർട്ട് ചെയ്ത് ഈ മറ്റ് ജില്ലകളിൽ നിന്ന് കൊല്ലം ജില്ലയിൽ നിന്നും മറ്റേ ജില്ലകളിൽ നിന്നും സ്കൂബ ഡൈവിംഗ് ടീംസ് എല്ലാം വിളിച്ചിട്ടുണ്ട്. അവരെല്ലാം പെട്ടെന്ന് തന്നെ എത്തും. അപ്പോൾ ഇപ്പോൾ ഉള്ളവർ പുറമെ അവരും ടേണനുസരിച്ച് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ മാക്സിമം ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഞങ്ങൾ ഒപ്റ്റിമിസ്റ്റിക്കാണ്. നോക്കാം. ഇതൊന്ന് മാലിന്യത്തിൻ്റെ ഒരു പ്രശ്നം അത് ബഹുമാനപ്പെട്ട മന്ത്രി റെയിൽവേ അതോറിറ്റീസോട് സംസാരിച്ചിട്ടുണ്ട്. അത് അവിടുന്ന് ഈ ട്രാക്കിനടിയിൽ നിന്ന് ഈ ഫസ്റ്റ് ട്രാക്ക് ടു 4th ട്രാക്ക് വരെ സ്റ്റക്കായിരിക്കുകയാണ്. കുറേ സ്ഥലത്ത് വെള്ളം പറ്റിയ സ്ഥലത്ത് ഡൈവിംഗ് പറ്റില്ല. അപ്പോൾ തിരിച്ചു വരേണ്ടി വരും. കാരണം കൂടുതൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്ക് ശ്വാസം കിട്ടാത്ത സ്ഥിതി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു ദുഷ്കരമായ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ഇത് ഏതായാലും അത് മുന്നോട്ട് കൊണ്ടുപോയി പതുക്കെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോ ഈ സൈഡ് പോക്കറ്റ്സും ഉണ്ടായിട്ടാണ് ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്നത്. സൈഡ് പോക്കറ്റ്സ് അപ്പൊ നേരെയല്ല, ഇടയ്ക്ക് ചില പ്രദേശങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലേക്കും ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെയും പരിശോധിക്കേണ്ടത്. നമ്മൾ ആലോചിക്കുന്നത് സ്ട്രേറ്റ് ആയിട്ട് ട്രാക്ക് അല്ല, കനാലിൽ പോകുന്നതല്ല. അതിനിടയിൽ ഉപചാനൽസ് ഉണ്ട് പലതും. അപ്പൊ കംപ്ലീറ്റ് ആ റൂട്ട് മനസ്സിലായാൽ അവിടെയൊക്കെ വലിയ കട്ടിക്കണക്കിന് വേസ്റ്റ് അടങ്ങുകയാണ്. അപ്പൊ അതൊക്കെ നീക്കം ചെയ്ത് അത് എവിടെയാണെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. അത് അതിനുള്ള പരിശ്രമം നടക്കുന്നത്. റെയിൽവേ അതോറിറ്റീസ് എല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അതിനൊരു രൂപരേഖ നൽകിക്കൊണ്ടിരിക്കുകയാണ്.